എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ അലീന പൗലോസുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാള് അലീനയോട് ഇതിനു മുമ്പ് എവിടെയാണ് താമസിച്ചതെന്ന് ചോദിക്കുന്നു. മറുപടി അലീന ഞാൻ കഴക്കൂട്ടത്തെ ഒരു ഓർഫനേജിലായിരുന്നെന്ന് പറയുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ പാലായിലെത്തിയെന്നാണ് അയാളുടെ അടുത്ത ചോദ്യം. അവിടെ ഒരു വീട്ടില് ജോലി ചെയ്യുകയായിരുന്നുവെന്നും അലീന പറയുന്നുണ്ട്. അന്ന് കൂടെ വന്നത് ആരാണെന്ന് അയാൾ തിരക്കുമ്പോൾ മറുപടി അലീന അതെന്റെ അച്ഛനാണെന്ന് പറയുന്നു. അത് കേൾക്കുന്ന പൗലോസ് ആകട്ടെ അതെങ്ങനെ ശരിയാവും, ഇവിടുള്ള കേണൽ സാബല്ലേ കുട്ടിയുടെ പപ്പ, ഒരാൾ പപ്പയാവുമ്പോൾ മറ്റേ എങ്ങനെ അച്ഛനാകും? അത് അങ്ങനെയാണെന്നാണ് അലീന പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സാബിനോട് തന്നെ ചോദിച്ചാലാനായിട്ട് അലീന പറയുന്നുണ്ട്. ഇത് കേട്ടപാടെ പൗലോസ് അയ്യോ തനിക്കൊന്നും അറിയണ്ടേന്ന് പറഞ്ഞ് അലീനയോടെ പറയുന്നു. അങ്ങനെ അലീന അവിടെ നിന്ന് പോയ ശേഷവും അലീന പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അവിടെ ഓരോ മുറികളായി ചുറ്റിക്കറങ്ങി അങ്ങനെ അലീന അവസാനമെത്തിയത് സ്റ്റാൻലിയുടെ ബെഡ്റൂമിലേക്കാണ്. അവിടെയാകട്ടെ സ്റ്റാൻലി മദ്യപിക്കുന്നത് കണ്ട് അലീന പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന സ്റ്റാൻലി പെട്ടെന്ന് തന്നെ ആന്റപ്പനെ വിളിക്കുന്നു. താൻ കണ്ടില്ലായിരുന്നോ അവൾ ഇങ്ങോട്ടേക്ക് വരുന്നത്? മറുപടി അയാള് ഞാൻ കണ്ടില്ലെന്ന് പറയുന്നു. അവൾക്ക് ഇപ്പോൾ ഒരു ബാഡ് ഇംപ്രഷനായി കാണില്ല എന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. മറുപടി ആന്റപ്പൻ അത് പൊതുവെ സ്ത്രീകൾക്ക് മദ്യപിക്കുന്നവരും പുകവലിക്കുന്നവരും ഒന്നും ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് എന്താ ഒരു വഴിയെന്ന് ആന്റപ്പനോട് ചോദിക്കുമ്പോൾ അത് ആ കുട്ടി വന്ന് സംസാരിച്ച് പോയി കഴിയുമ്പോൾ സാബ് മദ്യപിച്ചാൽ പോരെ, ആ കുട്ടി വന്ന് സംസാരിച്ച് മടങ്ങുന്നത് വരെ സാറ് മദ്യപിക്കാതിരുന്നാൽ മതിയെന്ന് അയാൾ പറഞ്ഞു കൊടുക്കുന്നു. അതിനെപ്പറ്റി എന്തായാലും ഞാൻ ആലോചിക്കുന്നുണ്ടെന്നാണ് സ്റ്റാൻലി ഇപ്പോൾ ആന്റപ്പനോട് പറയുന്നത്. അങ്ങനെ അലീന തനിച്ച് തന്റെ മുറിയിലേക്ക് എത്തുന്നു. അങ്ങനെ അലീന തന്റെ മുറിയിലിരിക്കെ തന്നെ ആരോ ഡോറിന് നോക്ക് ചെയ്യുന്നത് കേൾക്കുന്നു. അത് മറ്റാരുമായിരുന്നില്ല, സ്റ്റാൻലി തന്നെയായിരുന്നു. കുറച്ചു മുമ്പ് എന്തിനാ എന്റെ മുറി വന്നേന്നാണ് അലീനയോടെ ചോദിക്കുന്നത്. എനിക്ക് അത് ആരുടെ മുറിയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഒരു ഡോറ് കിടക്കുന്ന കണ്ടു, ഞാൻ വെറുതെ തുറന്നു നോക്കിയതാണെന്നാണ് അലീന പറയുന്നത്. മറുപടി സ്റ്റാൻലി അതൊന്നും സാരിയില്ല, അലീനയ്ക്ക് എപ്പം വേണമെങ്കിലും എന്റെ മുറി വരാം, ആരോടും അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ലെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ മുറിയിൽ വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കാനായിട്ട് ഞാൻ ആന്റപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാളെല്ലാം ചെയ്തു തന്നിട്ടില്ലേന്ന് സ്റ്റാൻലി ചോദിക്കുന്നു. കിടക്കാനായിട്ട് ഈ വീട് തന്നെ മതിയോ അതോ മറ്റൊന്ന് മടക്കി വാങ്ങണോ എന്നാണ് അലീനയോടെ പിന്നീട് ചോദിക്കുന്നത്. ഈ കട്ടിലില് ഇപ്പൊ എവിടെ കിടക്കണോന്നാ എനിക്കറിയാത്തത്. മുമ്പ് നിന്ന് ഓർഫനേജില് വെറും തറയില് നിലത്ത് വിരിച്ചാണ് ഞാൻ കിടന്നിരുന്നതെന്ന് കൂടി അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടല്ലേ, പക്ഷേ എനിക്കറിയില്ലായിരുന്നല്ലോ അലീനയെ പറ്റി മുമ്പ്. മറുപടി അലീന ഒരു നേരത്തെ ഭക്ഷണമില്ലാത്തതോ നിലത്ത് കിടക്കുന്നോ ഒന്നും ബുദ്ധിമുട്ടല്ല, മറിച്ച് സ്നേഹമില്ലാത്തവരോട് ജീവിക്കുന്നതാണ് ഏറ്റവും പ്രയാസമെന്ന് അലീന ഇപ്പോൾ സ്റ്റാൻലിയോടായി പറയുന്നു. ഇത് കേട്ടപാടെ സ്റ്റാൻലിയും അതൊക്കെ ശരിവെക്കുന്നുണ്ട്. എന്നെ സ്നേഹിക്കാൻ ഇവിടെ നായ്ക്കളുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഞാൻ ഇതുവരെ നേരിട്ടിട്ടില്ല. ഇത് കേൾക്കുന്ന അലീന ചിലരുടെ പ്രശ്നം തന്നെ ഇതാണ്, ചുറ്റും സ്നേഹിക്കാനും മറ്റും ആളുകളുണ്ടെങ്കിലും അതൊന്നും തിരിച്ചറിയത്തില്ല. റൂമിലേക്ക് വരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടും എന്താ കയറാതെ പോയതെന്നാണ് ഇപ്പൊ സ്റ്റാൻലി ചോദിക്കുന്നത്. അവിടെ ഇരുന്ന് മദ്യപിക്കുകയല്ലായിരുന്നോ, കൂടാതെ ബീഡി വലിക്കുകയും, ഇത് രണ്ടും നല്ല കാര്യങ്ങളല്ലല്ലോ എന്നാണ് അലീന ചോദിക്കുന്നത്. ആ പറഞ്ഞത് ശരിയാണ്, എൻ്റെ അമ്മച്ചിക്കും ഇതൊന്നും ഇഷ്ടമല്ലായിരുന്നു എന്ന് സ്റ്റാൻലി പറയുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവിടെ നിന്ന് മടങ്ങുന്നു. വാതിലെത്തിയ ശേഷം വീണ്ടും അലീനയോടെ പറയുന്നുണ്ട് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ വേണമെങ്കിൽ പൗലോസിനോട് പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ വൈജയാകട്ടെ വീട്ടില് മക്കളോട് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരമായിട്ടും ബാലേന്ദ്രൻ എന്താ അലീനയെ വിട്ട് തിരിച്ചു വരാത്തതെന്നാണ് വൈജ ചോദിക്കുന്നത്. രാവിലെ എത്ര മണിക്ക് ഇറങ്ങിയതെന്ന് കൃഷ്ണയോടെ ചോദിക്കുമ്പോൾ 9 മണിക്ക് തന്നെ അച്ഛനെ ഇറങ്ങി. ഇത് കേൾക്കുന്ന വൈജ അങ്ങനെയെങ്കിൽ 6 മണിക്കുള്ളിൽ തന്നെ ഇവിടെ എത്തിച്ചേരേണ്ടതല്ലേ, പിന്നെന്താ നിങ്ങളുടെ അച്ഛനെന്ന് പറയുന്ന ആ മഹാൻ ഇതുവരെയും ഇങ്ങോട്ടേക്ക് വരാത്തത്? ഇത് കേൾക്കുന്ന ബബിത അമ്മയെ പറഞ്ഞത് മുഴുവൻ അമ്മയുടെ മനക്കണക്കല്ലേ, ട്രാഫിക് ബ്ലോക്ക് ഇല്ലാത്ത ട്രെയിൻ പോലും എത്ര മണിക്കൂർ ഡിലേ ആയിട്ടാ ഓടുന്നത്. ഇത് കേൾക്കുന്ന വൈജ എങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യം തിരക്കാലോ. അങ്ങനെ ബബിത കോൾ ചെയ്യുന്നത് കണ്ടിട്ട് വൈജ സ്പീക്കർ മോഡിലിടാൻ ആവശ്യപ്പെടുന്നു. എങ്കിൽ പിന്നെ കയ്യിലോട്ട് തന്നെ പിടിച്ചോ, അതാകുമ്പോ ചൊവ്ഞ്ഞു കേൾക്കാലോ എന്നാ ബബിത പറയുന്നത്. വൈജ പെട്ടെന്ന് ഓർക്കാതെ കോൾ അറ്റൻഡ് ചെയ്തിട്ട് ഹലോ എന്ന് പറയുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന ബാലനാകട്ടെ ആരാണെന്ന് ചോദിക്കുന്നു. ബബിതയാണ് പിന്നീട് സംസാരിക്കുന്നത്. അമ്മയ്ക്ക് ഫോൺ വിളിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ വിളിച്ച് സ്പീക്കറിലിട്ടതാണെന്നൊക്കെ കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. അമ്മ പെട്ടെന്ന് ഓർക്കാതെ ഹലോ പറഞ്ഞാണെന്നും ബബിത പറയുമ്പോൾ വൈജ ബബിതയെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്നു. അച്ഛനിപ്പോ എവിടെയാണെന്നാണ് ബബിത ചോദിക്കുന്നത്. മറുപടി ബാലൻ ഞാനിപ്പോൾ ഒരു ഹോട്ടലിലാണെന്ന് പറയുന്നു. അച്ഛനെന്താ അവിടെ ഭക്ഷണം കഴിക്കാൻ കയറിയതാണോ എന്നാണ് ബബിത പിന്നീട് ചോദിക്കുന്നത്. ഞാൻ നല്ല ടയേർഡാണ്, മെന്റലിയും ഫിസിക്കലിയും, അതുകൊണ്ട് ഇന്നെന്തായാലും അങ്ങോട്ടേക്കില്ലെന്ന് പറഞ്ഞ് ബാലൻ കോള് കട്ട് ചെയ്യുന്നു. ബബിതയോട് വൈജ വീണ്ടും ചോദിക്കുന്നു അലീന കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചുകൂടായിരുന്നോ? അല്ല ചേച്ചി, കൂടെ ഇല്ലെന്ന് എനിക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ട് തന്നെ ചോദിച്ചില്ല. നീയൊക്കെ ഇത് ആരെ പറ്റിയാ പറയുന്നേ? മുമ്പൊരിക്കൽ റിസോർട്ടിൽ റൂം എടുത്ത ആളല്ലേ അവർ രണ്ടുപേരും, അത് ഒരു റൂമില് ഒരു ബെഡില്. ഇത് കേൾക്കുന്ന കൃഷ്ണ അന്ന് അവരുടെ കൂടെ നടുക്ക് ഞാനും ഉണ്ടായിരുന്നല്ലോ. വൈജ വീണ്ടും അലീനയും ബാലിനെയും പറ്റി ഇല്ലാത്തതോരോന്ന് പറഞ്ഞു കൂട്ടുന്നത് കേൾക്കുന്ന കൃഷ്ണയാകട്ടെ അച്ഛനെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയാമെന്ന് വൈജയോടെ പറയുന്നു. ഇനി
ഒട്ടും അറിയാത്തത് അമ്മയെ പറ്റിയാണ്. ഇത് കേട്ടപാടെ വൈജ അതെന്താടി അങ്ങനെ പറഞ്ഞത്? മറുപടി കൃഷ്ണ, ആർക്കറിയാം ഇനി എന്തൊക്കെ രഹസ്യങ്ങളാ ആരും അറിയാതെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത്. ഇതുകൂടി കേട്ടപാടെ വൈജ ആകെയൊന്ന് പരുങ്ങുന്നു. എന്നെ സമ്മതിക്കുന്ന പൂർവ്വകാലത്തെ പറ്റി ഇവരെല്ലാം മനസ്സിലാക്കിയോ എന്നാണ് വൈജ ഇപ്പോൾ ഓർക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിലെന്തോ കളത്തരമുണ്ടെന്ന് ഉറപ്പാണെന്നാണ് വൈജ പറയുന്നത്. അതുകൊണ്ടാ അധികം സംസാരിക്കാൻ നിൽക്കാതെ ബാലൻ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തത്. അങ്ങനെ അന്നേ ദിവസം രാത്രിയിലാകട്ടെ സ്റ്റാൻലിയുടെ വീട്ടില് അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. പൗലോസ് ആന്റപ്പനോടായി ചോദിക്കുന്നു, സാബിനെ വിളിച്ചതുപോലെ ആ പെങ്കൊച്ചിനെ വിളിച്ചോ? അതിന് ഭക്ഷണം കൊടുക്കണ്ടേ? മറുപടി ആന്റപ്പൻ, അതിപ്പോ സാബിന്റെ കൂടി ഒരുമിച്ചിരുത്തിയാണോ ഭക്ഷണം കൊടുക്കേണ്ടത്, അതോ പിന്നീട് തനിച്ചു കൊടുക്കണോന്ന് എനിക്കറിയത്തില്ല. സാബ് വന്ന് പറയട്ടെ. അങ്ങനെ ഇപ്പോൾ സ്റ്റാൻലി ഭക്ഷണം കഴിക്കാനായിട്ട് കൈ കഴുകി വന്ന് മേശയിലിരിക്കുന്നു. അലീന എന്തിയെന്നാണ് ആന്റപ്പനോടായി ചോദിക്കുന്നത്. താൻ ഇതുവരെ ആ കുട്ടി എന്താ വിളിക്കാഞ്ഞെന്ന് ചോദിച്ച് ആന്റപ്പന് നേരെ തട്ടിക്കയറുന്നു. മറുപടി ആന്റപ്പൻ, അതിപ്പോ സാബിന്റെ കൂടെ ഒരുമിച്ചിരുത്തി ഭക്ഷണം കൊടുക്കണോ അതോ പിന്നീട് കൊടുക്കണോ എന്ന് അറിയാൻ മേലഞ്ഞിട്ടാന്നാണ് അയാൾ പറയുന്നത്. ഇത് കേൾക്കുന്ന സ്റ്റാൻലി, എന്റെ മകളെ പിന്നെ എന്റെ ഒപ്പം അല്ലാതെ തന്റെ ഒപ്പം ഇരുത്തി കഴിപ്പിക്കണോ? ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ആന്റപ്പൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോകുന്നു. ആന്റപ്പൻ അലീനയോട് ചെന്ന് ഭക്ഷണം കഴിക്കാൻ വരാൻ ആവശ്യപ്പെടുന്നു. താൻ ഈ ഡ്രസ്സിൽ തന്നെ വന്നാൽ മതിയോന്നാ അലീന ഇപ്പോൾ ചോദിക്കുന്നത്. ഇതൊക്കെ മതി, പക്ഷേ ഡിസിപ്ലിൻ പാലിക്കണം, കേണൽ സാബിന് അത് നിർബന്ധമാണെന്ന് ആന്റപ്പൻ പറയുന്നു. അത് എന്തൊക്കെയാണെന്നാണ് അലീന ചോദിക്കുന്നത്. സ്പൂണും ഫോർക്കും ഉപയോഗിച്ച് വേണം കഴിക്കാൻ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സംസാരിക്കാനും പാടില്ല. വേസ്റ്റ് മറ്റൊന്നും പ്ലേറ്റിന് പുറത്തും വീഴരുത്. ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണോ എന്നാണ് അലീന ചോദിക്കുന്നത്. കാര്യങ്ങളൊക്കെ പതിയെ ശീലമായിക്കൊള്ളൂ എന്ന് പറഞ്ഞ് അലീനയെ കൂടി ആന്റപ്പൻ വിളിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ അലീനയാകട്ടെ ഡൈനിങ് റൂമിലേക്ക് വന്ന് കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. സ്റ്റാൻലി അലീനയോടെ പറയുന്നുണ്ട്, ഇവിടെ സെൽഫ് സർവീസ് ആണ്, തനിയെ ആവശ്യമുള്ള ഭക്ഷണം എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. ഇത്രയും പറഞ്ഞിട്ട് സ്റ്റാൻലി സ്പൂണും ഫോർക്കും ഉപയോഗിച്ചാണ് ചപ്പാത്തിയും ചിക്കനും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ എടുത്ത് കഴിക്കുന്നത്. അലീനയ്ക്കാണെങ്കിൽ ഇതൊന്നും തന്നെ ശീലവുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാൻലിയുടെ ഡിസിപ്ലിൻ അനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ അലീന നന്നേ ബുദ്ധിമുട്ടുന്നു. സ്പൂൺ യൂസ് ചെയ്ത് റൈസ് കഴിക്കുമ്പോൾ അധികം ശബ്ദമുണ്ടാക്കുന്ന എന്തിനാണ്, പതിയെ കഴിച്ചാൽ പോരെന്നാണ് സ്റ്റാൻലി ചോദിക്കുന്നത്. അതിനുശേഷം അലീന ചിക്കൻ പീസിൽ നിന്ന് ഒരെണ്ണം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് താഴെ വീഴുന്നുണ്ട്. താരമില്ല, ആ പീസ് ഞാൻ തന്നെ കഴിച്ചോളാമെന്ന് അലീന പറയുന്നു. അതൊന്നും ടേബിൾ ബാലൻസിന് ചേർന്നതല്ലെന്നാണ് സ്റ്റാൻലി പറയുന്നത്. അതെടുക്കണ്ട, മറ്റേതെങ്കിലും പീസ് എടുത്ത് കഴിക്കാനായിട്ട് പ്ലേറ്റ് ചൂണ്ടി കാണിക്കുന്നു. എന്നാൽ സ്റ്റാൻലി ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് അലീന ആ താഴെ വീണ കഷ്ണം തന്നെ എടുത്ത് കഴിക്കുന്നു. ഇത് ശ്രദ്ധയിൽപ്പെടുന്ന സ്റ്റാൻലി അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാനത് എടുക്കരുതെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാ തറയിൽ വീണ സാധനം എടുത്തതെന്നാണ് സ്റ്റാൻലി തട്ടിക്കയറി ചോദിക്കുന്നത്. സ്റ്റാൻലിയോട് എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ അലീനയാകെ പരിങ്ങി നിൽക്കുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡോടെ അവസാനിച്ചിരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.